മോദി ലോകത്ത് എവിടെ പോയി പ്രസംഗിച്ചാലും വർഗീയതയാണ്. BJP-ക്കാർ എവിടെ പോയി പറഞ്ഞാലും വർഗീയതയാണ്. UP-യിലൊക്കെ ആണെങ്കിലും യോഗി ആദിത്യനാഥിനെ ഒന്നും ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ വെറുതെ വിടില്ല. വർഗീയത പറയുന്നു. ഇതാണ് അവരുടെ പ്രശ്നം. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി വർഗീയത പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചരിത്രം അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാണ് KC കിടക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിനും UDF-നും ഒക്കെ വർഗീയത പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയല്ല മതേതരത്വമാണെന്ന് പറഞ്ഞ് അതിനെ വെള്ളപൂശാൻ കുറെ ആളുകൾ ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ ലീഗിനൊരു അജണ്ടയുണ്ട്. ലീഗ് പുറമേ ഒരു മുഖം മൂടി ഇട്ടേക്കുകയാണ്, പക്ഷെ ഉള്ളിൽ ലീഗിനൊരു വ്യക്തമായ അജണ്ടയുണ്ട്. അത് മതേതരത്വത്തിന്റെ അജണ്ടയല്ല. അത് ലീഗിനും നന്നായിട്ട് അറിയാം, UDF-നും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സതീശൻ ജമാഅത്തെ ഇസ്ലാമിയോട് സതീശന്റെ ഒരു വല്ലാത്ത സ്നേഹം കണ്ടാൽ നമുക്ക് തന്നെ തോന്നിപ്പോ സതീശൻ UDF-ൽ നിന്ന് മാറി ജമാഅത്തെ ഇസ്ലാമിലേക്ക് ചേർന്നുകൂടെ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ. ഇപ്പോ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അതിനെ വെള്ളപൂശാനും ന്യായീകരിക്കാനും വിളിച്ചിരുത്തിയിരിക്കുകയാണ് മീഡിയ വൺ ചാനൽ. അതായത് തെരുവിലുള്ളവർക്ക് വേണ്ടി ഞാൻ വർഗീയത പറയുന്നു എന്നാണ് KM ഷാജി പറയുന്നത്. KM ഷാജി തെരുവിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള വർഗീയത പറച്ചിലാണോ? തെരുവിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് SDPI PFI ആണോ ജമാഅത്ത് ഇസ്ലാമി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ആണ് ഇതിനകത്ത് ലീഗിന് തെരുവിലെ മുസ്ലിം എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഷാജി കണ്ടെത്തിയ ഒരു വാക്കാണ്. മുസ്ലിങ്ങൾ അതായത് വളരെ മോശമായ മുസ്ലിങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അവരാണ് തെരുവിൽ നടക്കുന്നത്, മറ്റേ പ്രമാണിമാര് മുസ്ലിങ്ങൾ. അതെ, മുസ്ലിങ്ങളെ രണ്ട് ഘട്ടമാക്കും. മര്യാദയ്ക്കുമുള്ള മുസ്ലിങ്ങൾ, അപ്പൊ പോരാട്ടത്തിന് ഉള്ള മുസ്ലിങ്ങളാണ് വേണ്ടതെന്നാണ് ഷാജി പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് സാർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അല്ല, ഷാജിയുടെ ലൈൻ അതാണ്, ഈ തെരുവിൽ നടക്കുന്ന മുസ്ലിങ്ങളുടെ എന്നുവെച്ചാൽ മുസ്ലിം സമൂഹത്തിനകത്ത് കീഴ്ത്തട്ടിൽ ജീവിക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾ. അപ്പം ഇതിനകത്ത് നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞു ഇവിടെ മുസ്ലിം ലീഗാണ് വർഗീയത, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്. ഇത് അദ്ദേഹം ബീഹാറിൽ പറയുന്നു, വടക്കേ ഇന്ത്യ മൊത്തം പറയുന്നു. ഈ പറച്ചിലിനകത്ത് അവർക്കൊരു രാഷ്ട്രീയ ലാഭമുണ്ട് സാർ. രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്നത് ലീഗിൻ്റെ ഒരു അഡ്രസ്സ്. ഇപ്പം സാറ് പറയത്തില്ലേ, സാറ് ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഇന്നാളുടെ മോനാ, അവൻ അങ്ങനെയുള്ളവനാ, അല്ലെങ്കിൽ നല്ല ഇന്നാൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ലീഗിനൊരു അഡ്രസ്സുണ്ട്. ലീഗിനൊരു അഡ്രസ്സ് എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിൻ്റെ പാർട്ടി. ഇന്ത്യ വിഭജനത്തിൻ്റെ പാർട്ടി എന്നുള്ള അഡ്രസ്സ് ഉള്ളത് കൊണ്ടാണ്. മാത്രമല്ല അവരുടെ കുടിക്ക് ഒരു കളറുണ്ട്, ഏത് പച്ച കളർ. അതായത് ഇവിടുന്ന് ഈ ലീഗാണ് കേരളത്തിൽ നിന്ന് അന്ന് വിഭജന സമയത്ത് ജിന്നയെ പോയി കണ്ടിട്ട് ഞങ്ങളെയും കൂടെ അവിടെ ചേർക്കുമോ അല്ലെങ്കിൽ അതിന് സാധ്യമാകുമോ എന്ന് ആലോചിച്ചെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇന്ത്യ വിഭജനത്തിൻ്റെ പാർട്ടിക്ക് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത വെറുപ്പ് അല്ലെങ്കിൽ ഉള്ള വെറുപ്പ്, അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ കേരളത്തിൽ ആദ്യമേ അല്ലെങ്കിൽ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാറേ അതിൻ്റെ 60-ലാണോ 57-ലാണോ എനിക്ക് ഓർമ്മയില്ല, അന്ന് ഈ ലീഗ് ഇവിടെ നിന്ന് ജയിക്കുകയും ലീഗിന് MLA-മാർ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ ലീഗിനെ കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടുന്നതിന് വേണ്ടി സാധ്യമല്ല, കൂട്ടണമെങ്കിൽ ഒരു സ്പീക്കറിനെയെങ്കിലും നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് രാജിവെച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് രാജിവെച്ചിട്ട് കൊടുത്തത്. അപ്പോൾ അത്രയ്ക്ക് വെറുക്കപ്പെട്ട പാർട്ടി ലീഗ് ആരുടെ കൂടെ നിൽക്കുന്നു അവരുടെ കൂടെ ഈ ഇന്ത്യയിലെ ജനങ്ങളില്ല എന്ന് ഇരുന്നിടത്ത് നിന്ന് ഈ കേരളത്തിലെ ലീഗിന് ഒരു വ്യത്യസ്ത മുഖമുണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പല നിലപാടുകളും അല്ലെങ്കിൽ അവരുടെ അടുത്ത തീരുമാനങ്ങളും. ഒരു മറ്റേ ഇപ്പോൾ ഇരിക്കുന്ന തങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള മൂത്തങ്ങൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ വളരെ തളിപ്പറമ്പ് അമ്പലത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളുമായിട്ടുള്ള പല വിഷയത്തിലും അദ്ദേഹത്തെ സന്ധി സംഭാഷണത്തിന് വരികയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള സദാ എല്ലാ മതത്തിനെയും ഒരുപോലെ കാണുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വർത്തമാനം പറയുന്ന ഒരു തങ്ങൾ കുടുംബത്തെയും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ വരെ നമുക്ക് കാണാം. ഇന്ന് വരെ ആ വർത്തമാനത്തിനകത്ത് അവർ വ്യത്യാസം വരുത്തിയിട്ടില്ല. എനിക്കൊന്നും നരേന്ദ്രമോദിയെ ഫ്രോഡെന്ന് വിളിക്കാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തോ ഭീകരന് രക്തരക്ഷസെന്ന് വിളിക്കാത്ത പാർട്ടി അവരേ ഉള്ളൂ, ആ നേതാക്കന്മാരേ ഉള്ളൂ. ആ സമയത്ത് ലീഗിൻ്റെ അജണ്ട ഇതാണ്, വർഗീയതയാണ്, ധ്രുവീകരണമാണ്, ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യമാണെന്ന് ഭയക്കുന്ന അല്ലെങ്കിൽ ഈ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇദ്ദേഹം മത്സരിക്കാൻ വന്ന 2019-ലല്ലേ ആരാ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്? സതീശൻ അല്ല, സതീശനല്ല, രാഹുൽ ഗാന്ധി 2019 സാറേ വന്നേ ആണോ? 2019 ഇവിടെ വരുമ്പം അദ്ദേഹം വന്ന് ലീഗ് ഏറ്റെടുക്കുന്നു. അവർക്കാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്, അല്ലെങ്കിൽ അത്ര സീറ്റാണ് തിരഞ്ഞെടുക്കുന്നത് വയനാട്. അവിടെ ലീഗിൻ്റെ കൊടി ഉപയോഗിച്ച് ഇന്ത്യ വടക്കേ ഇന്ത്യ മൊത്തം മുസ്ലിം പാർട്ടി മുസ്ലിം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൊടിയാണ് കണ്ടോ, രാഹുൽ ഗാന്ധി ആരുടെ ആളാണെന്ന് വെച്ചിട്ട് വടക്കേ ഇന്ത്യ മൊത്തം ആരുടെ ലീഗിൻ്റെ കൊടിയാണെന്ന് അവർക്കറിയത്തില്ല, വോട്ട് പിടിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു വർഗീയത ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്.
ആ സമയത്താണ് ഇവിടെ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ മതേതര ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ്. ആ പേരെങ്ങനെയാണെങ്കിൽ പോലും എന്ന് പലവട്ടം തെളിയിച്ചുള്ളിടത്ത് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ മുഹമ്മൂടിയാണോ? അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നിപ്പോകുന്നു. കാരണം പച്ചയായ വർഗീയത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മതമാണ് പ്രശ്നം. ഞങ്ങൾ മതം പറയും. കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം ഞങ്ങൾ തിരിച്ചു മേടിക്കും. ഞങ്ങൾ ഈ പറയുന്ന ആശയത്തോട് കൂടെ നിൽക്കുന്നവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. അതിൻ്റെ മിനിയേച്ചറാണ് സതീശൻ. അല്ലെങ്കിൽ സതീശൻ ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആളാണ്. ഞങ്ങൾ ഈ പറയുന്ന മതമാണ് പ്രശ്നമെന്ന് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനോട് യോജിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളാണ്, കോൺഗ്രസ് ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളാണ് എന്ന് അല്ലെങ്കിൽ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുപോലെ അംഗീകരിക്കുന്നതല്ലേ? അത് ആരുടെ ചാനലിൽ, ഏത് ചാനൽ തിരഞ്ഞെടുക്കുന്നു? ഏത് ചാനലിൽ ചെന്നിരുന്നാലും പറയാൻ പറ്റത്തില്ലയോ സാറേ? ഇപ്പോൾ ഷാജി ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ കാരണം ആൾക്കാർക്ക് റീച്ചും അല്ലെങ്കിൽ പറയുന്ന വർത്തമാനമാണോ ലീസായിരുന്നു. പക്ഷെ അയാൾ തിരഞ്ഞെടുത്ത ചാനൽ ഏതാ? ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ, മീഡിയ വൺ ചാനൽ. അതൊരു പ്രത്യേക മെസ്സേജാണ്. നമ്മൾ വിചാരിക്കും അല്ലോ ജമാഅത്ത് ഇസ്ലാമി ചെന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്ന്, അങ്ങനൊന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമി മറ്റു പല ചാനലുകളെയും വെച്ച് നോക്കുമ്പോൾ റീച്ച് കുറവല്ലേ? എന്നാൽ പോലും അയാൾ ഇതിനകത്ത് ഈ വിഷയത്തിൻ്റെ റീച്ച് കിട്ടി കാണും, ഈ വിഷയം ഏറ്റെടുത്തില്ല. അപ്പോൾ അതിനകത്ത് അയാൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ സതീശൻ ഞങ്ങളുടെ നേതാവാണ്. സതീശൻ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭൂരിപക്ഷ വർഗീയത. വർഗീയത എന്ന് പറഞ്ഞാൽ അത് ആര് പറയുന്നതാണ്? ഈ പറയുന്നത് മലപ്പുറത്ത് നടക്കുന്ന സവിശേഷമായ ഈ ഷാജി പറഞ്ഞതുപോലെ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാവുന്നു. അല്ലെങ്കിൽ അങ്ങനെ പറയരുതെന്ന് പറയുന്ന ഈ ഷാജിയെ പോലുള്ള വർഗീയവാദികളും PFIക്കാരും ജമാഅത്ത് ഇസ്ലാമി ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ കൂട്ടുന്നത് ശരിയല്ലെന്ന് പറയുന്ന സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മാത്രം പറയുന്നത് വർഗീയതയാകുന്നു, മറ്റേത് വർഗീയത അല്ലാതെയാകുന്നു. ഇത് ഒരുപക്ഷെ ഈ മതമേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെ, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേര് ഈ കാന്തപുരം സംഘടിപ്പിച്ച പരിപാടിക്ക് എല്ലാവരെയും പങ്കെടുപ്പിച്ചപ്പം അവിടെ പോയി ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്ത് ജാതിയുടെ ഭാഗമായിട്ടുള്ള ഈഴവൻ്റെയും അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരെയും കുറ്റം പറയുകയും അയാളെ കാറ കയറ്റിയ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കാന്തപുരം പറഞ്ഞ് അങ്ങനെയൊന്നും പറയണ്ട, ആ അഭിപ്രായത്തോടും നമുക്ക് യോജിപ്പില്ല. അങ്ങനെ വർഗീയത പറയാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വേദിയല്ലത്. ഇത് മതേതരത്വ സ്വഭാവത്തോടു കൂടി എല്ലാവരോടും സൗഹാർദ്ദത്തോടും കൂടി ആ രീതിയിലേക്കുള്ള ഒരിതാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ പറച്ചിൽ അതാണ്. അല്ലെങ്കിൽ പുള്ളി പല കാര്യത്തിനകത്ത് നിമിഷപ്രിയയുടെ വിഷയത്തിനകത്തൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് നമ്മളുണ്ട്. അപ്പം ഇതിനകത്ത് കേരളത്തിൽ ഇനി അങ്ങോട്ട് കേരളം UDF വേണമെങ്കിൽ, UDF ഭരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ 27 സീറ്റ് മത്സരിക്കുന്ന മലപ്പുറം ബേസ് ചെയ്തുള്ള സീറ്റിൽ മാത്രമായിരിക്കുന്ന സതീശനല്ല ഈ ഷാജി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ ആർജവത്തോടുകൂടി കേരളത്തോട് സംസാരിക്കുമ്പോൾ മറ്റ് മതങ്ങൾക്കും മറ്റ് താല്പര്യക്കാർക്കും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും വിലയില്ല, ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നു. പച്ചയായ വർഗീയത, ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത വർഗീയത. ഒരുപക്ഷെ ഇവർ പറയുന്നു മോദി എടുക്കുന്ന വർഗീയ ധ്രുവീകരണം, അതിനെക്കാട്ടി വലിയ വർഗീയ ധ്രുവീകരണമല്ലേ എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ 2047 PFIക്കാരൻ ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ PFIക്കാരനെ പിടിച്ചകത്തിട്ട്. ഈ 2026 PFIക്കാരൻ ജമാഅത്ത് ഇസ്ലാമിയും കേരളം ഭരിക്കും, അല്ലെങ്കിൽ ആ താല്പര്യമുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വരുമെന്ന് പറയാതെ പറയുകയല്ലേ ഷാജി ചെയ്ത്? അല്ല, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം നമ്മളുടെ സമൂഹത്തിൽ ഒരു സെക്കുലർ സ്പെക്ട്രം നിലവിലുണ്ട്. മതേതര സ്വഭാവമാണ് മലയാളിയുടെ ഒരു മുഖമുദ്ര. അത് പൊളിക്കുന്ന പ്രക്രിയയിലാണ് ഇവരെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ AK ബാലൻ്റെ പ്രസ്താവനയും സജി ചെറിയൻ്റെ പ്രസ്താവനയൊക്കെ നമ്മൾ എതിർത്തിരുന്നു. ഇതിൻ്റെ കാരണം അവർ ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ എതിർക്കപ്പെടുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും പ്രസ്താവനകളും പലപ്പോഴും എതിർക്കപ്പെടുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് വളരെ സെക്കുലർ ആയിട്ടുള്ള പൊസിഷൻ എന്നാണ് നമ്മളതിൻ്റെ എതിർ. ആ സ്പേസിലേക്കാണ് ഷാജിയുടെ പ്രസ്താവന കയറി വരും. ഷാജി പറഞ്ഞ് ഞാനത് പറയും. കാരണം ഇത് തെരുവിൽ നടക്കുന്ന മുസ്ലിങ്ങളുടെ ഭാഷയാണ്, തെരുവിൽ നടക്കുന്ന മുസ്ലിങ്ങളുടെ വികാരമാണ്. ഈ തലച്ചോറും നാവും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാകുമ്പോഴാണ് എനിക്കത് പറയേണ്ടി വരുന്നത് എന്നാണ് അവർ. മുതിർന്ന നേതാക്കൾ ചിലപ്പോൾ അതൊന്നും പറയില്ല, അവരെയൊക്കെ അമർത്തി വെക്കും, മൂടി വെക്കും, അവരുടെ മുഖം വളരെ പോളിഷ്ഡാണ്. പക്ഷേ എൻ്റെ അങ്ങനെയല്ല.
ഞാൻ സംസാരിക്കുന്നതാണ് മുസ്ലിങ്ങൾ സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എന്നെ മുസ്ലിം ലീഗിൽ ആരും ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, എന്നോട് സംസാരിച്ചോളം പറയുന്നു. കാരണം ഇത് ആവശ്യമാണ്. മുസ്ലിം ലീഗിൻ്റെ അകത്ത് ഈ ഒരു അഭിപ്രായമുണ്ട് എന്ന് കേരളം മുഴുവൻ കേൾക്കട്ടെ, മുസ്ലിങ്ങൾ മുഴുവൻ കേൾക്കട്ടെ. അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കെ എം ഷാജി മുസ്ലിം ലീഗിനകത്തെ വർഗീയത, മുസ്ലിം വർഗീയതയുടെ മെഗഫോണാണ്. നിങ്ങൾ അതിൽ നിന്ന് കേൾക്കേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണോ ഉള്ളത്. പക്ഷേ ഞങ്ങൾ പതുക്കെ അതൊക്കെ മൂടി വെച്ചിട്ട് ഞങ്ങളുടെ നേതാക്കൾ നിങ്ങളോട് വേറെ രീതിയിൽ സംസാരിക്കുമെന്നാണ്, അല്ലേ? ഇനി അത് മൂടി വെക്കേണ്ട കാര്യമില്ല, തുറന്ന് പറയുന്നു. അല്ല, അത് അയാൾ മാത്രമേ പറയുള്ളൂ, മറ്റുള്ളവർ പറയില്ല. അല്ല, അത് ഇയാളെ ഇയാളെ പറയുന്നത് ഇതെൻ്റെ ചുമതലയാണ്, അതെ, ഞാനാ പറയണം എന്ന് പറഞ്ഞിട്ട് അയാൾ പറയണേ. അതെ. ഇതിൻ്റെ ഒരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഷാജി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഷാജി മുസ്ലിം ലീഗിൽ മാത്രമല്ല ഉള്ളത്, ബാക്കിയുള്ള പാർട്ടികളിലും ഇതേപോലത്തെ ഷാജിമാരുണ്ട്, ബാക്കിയുള്ള മതങ്ങളിലും ഇതേപോലെ ഷാജിമാരുണ്ട്. അവരൊക്കെ വാളെടുത്ത് വെളിച്ചപ്പാടായിട്ട് ഉറഞ്ഞു തുള്ളിയാൽ കേരളത്തിൽ പിന്നെ ഈ ഷാജിമാരുടെ കലാപമായിരിക്കും ഉണ്ടാകുമ്പോൾ, അല്ലേ? മുസ്ലിം ഷാജിയും ഹിന്ദു ഷാജിയും ക്രിസ്ത്യൻ ഷാജിയൊക്കെ കൂടി എല്ലാവരും കൂടി നമ്മളെ വെട്ടിക്കൊല്ലും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത്ര പച്ച വർഗീയത സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ഇത്തരം ആളുകൾ വളരെ അപകടകാരികൾ തന്നെയാണ്. അക്രമോത്സവ സ്വഭാവമൊക്കെ ഉണ്ടാകാം, അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. നീ നിൻ്റെ വീട്ടിലും അടുക്കളയിലും കയറി നിന്ന് അക്രമം കാണിക്കും, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ നാട്ടുകാരും തിരിച്ചടിക്കും. അങ്ങനെയാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാവണം. ഷാജിക്ക് വീട്ടിൽ നിന്നൊക്കെ പറയാം, ഈ ചാനലും കയറി നിന്ന് സംസാരിക്കാം. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് സൊസൈറ്റിയിലാണ് കലാപങ്ങൾ ഉണ്ടാവുകയും മനുഷ്യർ മരിക്കാനിട വരികയൊക്കെ ചെയ്യുന്നത്. കേരള സമൂഹത്തിന് കുറച്ചും കൂടിയൊക്കെ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഇത്തരം ഭ്രാന്ത് കേട്ടിട്ട് അതിനോട് പ്രതികരിക്കാതെ നടക്കുന്നത്. ശരി, പക്ഷേ ഭ്രാന്തന്മാരെവിടെയാണ് ഇരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരെപ്പോഴാണ് തെരുവിൽ ചാടി വീഴുകയെന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കി മുസ്ലിം ലീഗ് നേതൃത്വം ഈ ഷാജിയൊക്കെ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.